ലാലൂർ ദേവസ്ഥാനമേ അഭയം. മോന് 29 വയസ്സായ 2-3 കല്യാണങ്ങളൊക്കെ ആലോചനയൊക്കെ വന്ന് അതൊക്കെ ക്യാൻസലായി പോയി. ഇപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് മറ്റേ ലാലൂര് ദേവസ്ഥാനത്തിന്റെ വീഡിയോ കണ്ട് അവിടെ വന്ന് സ്വാമീനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വാമി പറഞ്ഞ പോലെ തന്നെ മറ്റേ ഗുരുവായൂർക്കും കൊടുങ്ങല്ലൂർക്കൊക്കെ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് മറ്റേ 18 ദിവസം നാരങ്ങമാലയൊക്കെ ചാർത്തി കഴിഞ്ഞപ്പോഴേക്കും 30 ദിവസത്തിന്റെ ഉള്ളിൽ എന്റെ മോന്റെ കല്യാണം ഭംഗിയായി നടന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന്റെ പേരില് സ്വാമിയുടെ തൃപ്പടിയുടെ ഒരു സ്വാമിക്ക് ചെറിയൊരു സദ്യ കൊടുക്കാന്നുള്ള രീതിയിൽ ഒരു 13,500 രൂപ ഞാനവിടെ സമർപ്പിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും എന്താ വെച്ചിങ്ങ ഞങ്ങള് ഈ കുട്ടിയുടെ കല്യാണം ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടും അതൊന്ന് നടന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശ് ചെലവാക്കിയിട്ടുണ്ട്. എല്ലാം അങ്ങനെ തെറ്റത്തോളം വരും. ഒരു പ്രാവശ്യം കല്യാണത്തിന് ഡേറ്റ് വരെ കുറിച്ച് 10 ദിവസം നിൽക്കുന്ന സമയത്താണ് ആ കല്യാണം മുടങ്ങിപ്പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ട് നോക്കുമ്പോഴാണ് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കണ്ട് അവിടേക്ക് വിളിച്ച് അവിടുത്തെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ടാണ് ഞങ്ങൾ അവിടെ വരുന്നത്. അന്വേഷിച്ച് പിടിച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ വന്നതിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഈ നിമിഷം വരെ ഞങ്ങക്ക് എന്താ പറയാ ഒരു ഭയങ്കര ആത്മവിശ്വാസവും ധൈര്യവും പിന്നെ മുന്നോട്ട് ഇറങ്ങാനുള്ള ഒരു ശക്തിയും ഒക്കെ കിട്ടി. എല്ലാം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അവിടുന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്തപ്പോ എന്താ പറയാ സ്വപ്നം പോലെ കല്യാണം നടന്നു സന്തോഷം പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു മോളേനെയും കിട്ടി. അങ്ങനെ എന്താ പറയാ എനിക്ക് അറിയണില്ല ഞങ്ങള് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കട്ടെന്ന് ഞങ്ങക്ക് അറിയണില്ല. അത്രയും വിശ്വാസം. ഇനി ഇവിടുന്ന് അങ്ങടും ഇതേപോലെ തന്നെ സ്വാമീനെ പ്രാർത്ഥിച്ച് സ്വാമിക്ക് ഞങ്ങളാല് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ആവുമ്പോ നമുക്ക് പിന്നോക്കം നോക്കേണ്ടി വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാം സ്വാമിയുടെ അനുഗ്രഹം പോലെ നടന്നു. അപ്പൊ ഈ ഞായറാഴ്ച ആ സ്വാമിക്ക് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു കല്യാണ സദ്യ പോലെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കൊടുക്കുമ്പോ എന്തായാലും ഞാൻ മകനും മോളും കൂടി വന്നിട്ട് അവിടെ വന്നിട്ട് തൊഴണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഇതുപോലെ ഇനി ഏതെങ്കിലും മക്കൾക്ക് കല്യാണം നടക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസിച്ച് വിളിച്ചു കഴിഞ്ഞാൽ കൂടെ നിന്ന് എല്ലാം നടത്തി തരും. അതാണ് ലാലൂർ ദേവസ്ഥാനത്ത് വന്നാലുള്ള ആ ഒരു അനുഗ്രഹം. അത് അനുഭവിച്ചറിഞ്ഞതാണ് ഞാന്. ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ കുറെ മക്കളുടെ കല്യാണം കഴിയാണ്ട് കുറെ അമ്മമാര് അച്ഛന്മാരൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. പരമാവധി അവര് വന്ന് നമ്മള് 50,000 60,000 ഒക്കെ കൊടുത്ത് ഓരോരോ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് ഒരു നിസ്സാരം എന്താ പറയാ വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു 18 നാരങ്ങമാല ചാർത്തി അതില് 18 ദിവസം ചാർത്തിയില് എത്ര 12 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കല്യാണം ശരിയായി. 30 ദിവസം ആകുമ്പോഴേക്കും കല്യാണം നടന്നു. അപ്പൊ അതൊരു എന്താ പറയാ അത്ഭുതമാണ് വീട്ടിൽ നടന്ന്. ഞങ്ങളുടെ വീട് ചെറിയ വീടാണ്. വീട് പറ്റാത്ത കുറെ ആൾക്കാർ പോയവരുണ്ട്. എല്ലാം ഉണ്ട്. അതൊന്നല്ല സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു. ഇനി ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി എന്നുള്ള രീതിയില് ലാലൂര് വന്ന അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങടും അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ എന്നും സ്വാമിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായതുപോലെ തന്നെ അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. സ്വാമി ഒരുപാട് സന്തോഷം. ഇപ്പൊ മകന്റെ കല്യാണ സദ്യ എന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷം. എന്താ വെച്ചിങ്ങ നമുക്ക് നമ്മള് വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് കല്യാണം നടന്നു. ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ തന്നെ എല്ലാം ശരിയായി. 10 രൂപ പോലും ഇല്ലാത്ത അടുത്തുനിന്ന് നമ്മള്
എങ്ങനെയാണ് ഈ 10-18 ദിവസത്തിന്റെ ഉള്ളിൽ കല്യാണം നടന്നെന്ന് ഉള്ളത് എനിക്കറിയില്ല. അത്രയ്ക്കും ഇപ്പൊ സദ്യയും കൊടുത്ത ആ വീഡിയോ കണ്ടപ്പോ മനസ്സ് നിറഞ്ഞു പോയി. ഇതിപ്പോ നമ്മള് വേറൊരു ക്ഷേത്രത്തിലും നമുക്ക് ഇതുപോലൊരു എന്താ വെച്ചാ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വഴിപാട് സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരതൊന്ന് അയച്ചു തരാറോ അല്ല പറയാറോ ഒന്നുമില്ല. അവര് നമ്മള് കൊടുത്തു പോരണു, അവരത് ചിലപ്പോ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും ലാലൂര് ദേവസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത കൂടുതലാണ്. എന്താ വെച്ചിങ്ങ ഭക്തനും സ്വാമിയും എന്താ പറയാ പരസ്പര സ്നേഹത്തിലാണ് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു തുകയില് ഇത്രയും നന്നായിട്ട് സദ്യ ഒരുക്കിയിട്ട് കൊടുത്ത സ്വാമിക്കും ഞങ്ങളെ സ്നേഹം പറഞ്ഞൊരു എന്താ പറയാ ഒരു സന്തോഷം അറിയിക്കാണ്.